പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ. ആമേൻ. ഇന്ന് മാർച്ച് 16 തിങ്കൾ. റോമാലേഖനം 9 അധ്യായം 16 വാക്യം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധിക്കുന്നത്. വലിയ നോമ്പ് ദൈവകൃപയെ തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാനും നമ്മെ വിളിക്കുന്ന ആത്മീയ കാലഘട്ടമാണ്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നാം പലപ്പോഴും ഒരു തെറ്റായ ധാരണയിൽ ജീവിക്കുന്നവരാണ്. നാം കരുതുന്നത് ഇതാണ്: ഞാൻ കൂടുതൽ പരിശ്രമിച്ചാൽ ഞാൻ വിജയിക്കും, ഞാൻ കഠിനമായി ഓടിയാൽ ഞാൻ ലക്ഷ്യത്തിലെത്തും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ മനുഷ്യൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമല്ല, അവ ദൈവത്തിൻ്റെ കരുണയുടെ ഫലമാണ്. മനുഷ്യൻ പരിശ്രമിക്കേണ്ടതുണ്ട്, എന്നാൽ മനുഷ്യശ്രമം വഴിയൊരുക്കുന്നുവെങ്കിലും ജീവിതത്തിൻ്റെ അന്തിമ വിജയത്തിലേക്ക് നയിക്കുന്നത് ദൈവകൃപയാണ്. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വലിയ സത്യം നാം തിരിച്ചറിയുന്നു. നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ മാത്രമല്ല, അത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ഒരു കുടുംബം ശക്തമായി നിലനിൽക്കാൻ സമ്പത്തും വിദ്യാഭ്യാസവും സഹായകരമാകാം. പക്ഷേ അവ മാത്രം ഒരു കുടുംബത്തെ സന്തോഷകരമാക്കുവാൻ മതിയാകില്ല. ലോകത്തിൽ നാം കാണുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഭവനങ്ങളിൽ പോലും സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ. അതേസമയം വളരെ കുറവുകൾക്കിടയിലും സ്നേഹവും ഐക്യവും നിറഞ്ഞതായ ഭവനങ്ങളും കാണാം. ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത്, സമ്പത്തോ മനുഷ്യബുദ്ധിയോ കുടുംബത്തെ നിലനിർത്തുന്നില്ല, ദൈവകൃപയാണ് അതിൻ്റെ അടിസ്ഥാനം. പല മാതാപിതാക്കളും അഭിമാനത്തോടെ പറയാറുണ്ട്, ഞങ്ങളുടെ മക്കളെ വളർത്താൻ വളരെ പരിശ്രമിച്ചു. ഇത് ശരിയാണ്, കാരണം മാതാപിതാക്കളുടെ പരിശ്രമം വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ അതിലും വലിയ ഒന്ന് മറക്കരുത്: നമ്മുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കുന്നവൻ ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 127 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നത്, കർത്താവ് വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ പരിശ്രമം വിത്തുപോലെയാണ് എങ്കിൽ വിളവായി അനുഗ്രഹം നൽകുന്നത് ദൈവകൃപയത്രേ. മനുഷ്യൻ പദ്ധതിയിടുന്നു, മനുഷ്യൻ പ്രവർത്തിക്കുന്നു, പക്ഷെ വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. വലിയ നോമ്പിൻ്റെ ആത്മീയ യാത്ര നമ്മെ നയിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്കാണ്. ക്രൂശ് നമ്മോട് പറയുന്ന വലിയൊരു സത്യം: രക്ഷ മനുഷ്യന്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇച്ഛിക്കുന്നവനാലോ ഓടുന്നവനാലോ അല്ല. അതായത് മനുഷ്യൻ എത്ര ഓടിയാലും ദൈവത്തിൻ്റെ കരുണയില്ലാതെ ജീവിതത്തിൻ്റെ അന്തിമ അനുഗ്രഹം നേടാൻ കഴിയുകയില്ല. ഒരു ചെറിയ ഉദാഹരണം സൂചിപ്പിക്കട്ടെ. ഒരു ചെറിയ കുട്ടി തൻ്റെ പിതാവിനോടൊപ്പം ഒരു വലിയ മല കയറുകയാണ്. കുട്ടി ആദ്യം ധൈര്യത്തോടെ കുറച്ച് ദൂരം നടന്നു. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം അവൻ ക്ഷീണിച്ചു. അവൻ പിതാവിനോട് പറഞ്ഞു, അപ്പാ, എനിക്കിനി നടക്കാൻ കഴിയുകയില്ല. അപ്പോൾ പിതാവ് ആ കുട്ടിയെ തൻ്റെ കൈകളിൽ എടുത്തു. കുറച്ച് സമയത്തിന് ശേഷം അവർ മലയുടെ മുകളിലെത്തി. അപ്പോൾ ആ കുട്ടി സന്തോഷത്തോടെ പറയുന്നു, അപ്പാ, ഞാൻ മലയുടെ മുകളിലെത്തി. എന്നാൽ യഥാർത്ഥ സത്യം എന്തായിരുന്നു? കുട്ടി മല കയറിയതല്ല, പിതാവ് അവനെ കൊണ്ടുപോയതാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നാം പലപ്പോഴും കരുതുന്നു, ഞാൻ പരിശ്രമിച്ചത് കൊണ്ടാണ് ഞാൻ വിജയിച്ചത്. എന്നാൽ യഥാർത്ഥ സത്യം ഇതാണ്: ദൈവം നമ്മെ എത്തിക്കുന്നു. പ്രിയരെ, വലിയ നോമ്പ് നമ്മോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ്: ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാണോ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാണോ ജീവിക്കുന്നത്? അതോ
നമ്മുടെ ശക്തിക്കനുസരിച്ചാണ്. ജീവിതം മനുഷ്യന്റെ വിജയകഥയല്ല, ദൈവത്തിൻ്റെ കരുണയുടെ അത്ഭുതമാണ്. നമ്മുടെ കുടുംബം അത് നമ്മുടെ കഴിവിലല്ല, ദൈവകൃപയിലാണ് നിലനിൽക്കുന്നത് എന്നത് വിശ്വസിക്കുക. ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളുടെ ജീവിതവും കുടുംബവും ഞങ്ങളുടെ ശക്തിയാലല്ല, നിന്റെ കരുണ കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കൃപ കൊണ്ട് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പരിശ്രമങ്ങൾ നിന്റെ അനുഗ്രഹത്താൽ ഫലപ്രദമാക്കണമേ. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ശക്തിയിൽ ആശ്രയിക്കാതെ നിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഇടയാക്കി തീർക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.